നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭീകര സംഘടനയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു. കെജ്രിവാളിനെതിരെ അന്വേഷണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണത്തിന് ശുപാർശ. ആം ആദ്മി പാർട്ടിക്കായി ഭീകര സംഘടനയിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു എന്ന ആരോപണത്തിലാണ് നടപടി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്ന് 1.5 കോടി ലഭിച്ചുവെന്നാണ് ആരോപണം. അതേസമയം BJPയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി കെജ്രിവാളിനെതിരെ നടത്തുന്ന മറ്റൊരു വലിയ ഗൂഢാലോചനയാണിതെന്ന് ഡൽഹി മന്ത്രിയും AAP നേതാവുമായ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. ഡൽഹിയിലെ സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുന്നു എന്ന ഭയമാണ് ഇത്തരം കാര്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയാളി നടി കനകലത അന്തരിച്ചു. തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. പാർക്കിൻസൺസും മറവി രോഗവും ബാധിച്ച ചികിത്സയിലായിരുന്നു. നാടകത്തിലൂടെയാണ് കനകലത സിനിമയിലേക്ക് എത്തുന്നത്. ഏകദേശം 350-ലധികം സിനിമകളിൽ അഭിനയിച്ചിരുന്നു. 30-ലധികം സീരിയലുകളിലും കനകലത വേഷമിട്ടു. പ്രമാണി, ഇന്ദുലേഖ, സ്വാതി തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചു. മേയർക്കും MLAയ്ക്കുമെതിരായ FIRൽ ഗുരുതര ആരോപണങ്ങൾ. KSRTC ഡ്രൈവറുമായി നടന്ന തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനുമെതിരെ FIRൽ ഗുരുതര ആരോപണങ്ങൾ. അല്പം മുമ്പാണ് ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർക്കും MLAയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് FIRലെ വിവരങ്ങളും പുറത്തുവരുന്നത്. യദുവിന്റെ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് FIRലും ഉള്ളത് എന്നതാണ് ശ്രദ്ധേയം. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡുകൾ പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചുവെന്നും സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ച് കയറിയെന്നും FIRലുണ്ട്. MLA അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായി FIRലുണ്ട്. കോടതിയിൽ നിന്ന് ലഭിച്ച പരാതിയിലെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ FIRൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപ പരാമർശം. സൂരജ് പാലക്കാടിനെതിരെ പരാതി നൽകി DYFI. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി സൂരജ് പാലക്കാടിനെതിരെ പോലീസിൽ പരാതി നൽകി DYFI. തിരുവനന്തപുരം മേയറും DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ആര്യ രാജേന്ദ്രനെ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ച് അശ്ലീല പരാമർശങ്ങൾ നടത്തി വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കുകയാണ്. ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് DYFIയുടെ ആവശ്യം. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ കേസ് ചുമത്തി. KSRTC ഡ്രൈവർ യദുവുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് നടപടി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അന്യായമായി തടഞ്ഞുവെച്ചു എന്നിവയാണ് യദുവിന്റെ പരാതിയിലുണ്ടായിരുന്നത്. മേയറുടെ സഹോദരൻ, സഹോദരന്റെ ഭാര്യ എന്നിവർക്കെതിരെയും കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. തന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാതിരുന്നതിനെതിരെയാണ് യദു കോടതിയെ സമീപിച്ചത്.